മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ക്രിറ്റിസിസംസ് ഓഫ് കെയ്ൻസ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. കെയ്ൻസ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ക്രിറ്റിസിസംസ്, എന്തൊക്കെ ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ചാലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് കെയ്ൻസ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റിന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കെയ്ൻസ് തിയറി ഓഫ് എംപ്ലോയ്മെൻ്റ് ആണല്ലേ. അപ്പോൾ അതിൻ്റെ ക്രിറ്റിസിസംസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കാനുള്ളത്. According to Keynes, the level of employment is determined by effective demand. Effective demand depends on aggregate supply function and aggregate demand function. Keynes did not explain the influence of aggregate supply on the level of effective demand and thus on the level of employment. കെയ്ൻസ് പറയുന്നത് എംപ്ലോയ്മെൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എഫക്റ്റീവ് ഡിമാൻഡ് ആണെന്നാണ്. എഫക്റ്റീവ് ഡിമാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ. എഫക്റ്റീവ് ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനെയും അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനെയാണ്. കെയ്ൻസ് ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് അഗ്രിഗേറ്റ് സപ്ലൈ ഓൺ ദ ലെവൽ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്. അതായത് കെയ്ൻസ് ഒരിക്കലും എഫക്റ്റീവ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ ആണ് എന്നുള്ളത് കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. Keynes did not explain the influence of aggregate supply on the level of effective demand and thus on the level of employment. Second one, the normal condition in a capitalist economy is underemployment equilibrium. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലെ നോർമൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആണ്. ആൻഡ് ദിസ് അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ വേജ് റിജിഡിറ്റി. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്നത് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. ദിസ് അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ വേജ് റിജിഡിറ്റി. വേജ് റിജിഡിറ്റിനെയാണ് ഈ അനാലിസിസ് പ്രധാനമായിട്ടും ബേസ് ചെയ്തിരിക്കുന്നത്. കെയ്ൻസ് തിയറി ഫെയിൽഡ് ടു കൺസിഡർ ദ ഫ്ലെക്സിബിലിറ്റി ഇൻ വേജസ് ആൻഡ് പ്രൈസസ്. കെയ്ൻസ് തിയറി റിജിഡ് വേജാണ് പരിഗണിച്ചിട്ടുള്ളത്. ഫ്ലെക്സിബിലിറ്റി ഇൻ വേജസ് ആൻഡ് പ്രൈസസ് കെയ്ൻസ് പരിഗണിച്ചിട്ടില്ല. അതാണൊരു ക്രിറ്റിസിസം. നമ്മൾ ആദ്യം പറഞ്ഞത് അഗ്രിഗേറ്റ് സപ്ലൈൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് എഫക്റ്റീവ് ഡിമാൻഡിൽ എന്നുള്ളത് കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ഫ്ലെക്സിബിലിറ്റി ഇൻ വേജസ് ആൻഡ് പ്രൈസസ് കെയ്ൻസ് പരിഗണിച്ചിട്ടില്ല. കെയ്ൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് റിജിഡിറ്റി ഇൻ വേജസ് ആണ്. തേർഡ് വൺ, ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ കെയ്നീഷ്യൻ തിയറി. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൺസംഷനെയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കെയ്ൻസ് പറയുന്നത്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, the level of aggregate demand depends on consumption and investment. aggregate demand ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൺസംഷനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ്. കൺസംഷൻ ഈസ് റിഗാർഡഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് കറണ്ട് ഇൻകം. കൺസംഷൻ എന്ന് പറയുന്നത് കറണ്ട് ഇൻകത്തിൻ്റെ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ കെയ്ൻസ് നെഗ്ലക്റ്റഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് നോൺ ഇൻകം ഫാക്ടേഴ്സ് ഓൺ കൺസംഷൻ. കൺസംഷൻ എന്ന് പറയുന്നത് കറണ്ട് ഇൻകത്തിൻ്റെ ഫംഗ്ഷനാണ് എന്ന് മാത്രമാണ് കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. കെയ്ൻസ് നെഗ്ലക്റ്റഡ് ദി ഇൻഫ്ലുവൻസ് ഓഫ് നോൺ ഇൻകം ഫാക്ടേഴ്സ് ഓൺ ഡിമാൻഡ്, നോൺ ഇൻകം ഫാക്ടേഴ്സ് ഓൺ കൺസംഷൻ. കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നോൺ ഇൻകം ഫാക്ടേഴ്സ്, ഇൻകം അല്ലാതെ കുറേ ഫാക്ടേഴ്സ് കൺസംഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിനെയാണ് ഇവിടെ നോൺ ഇൻകം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ നോൺ ഇൻകം ഫാക്ടേഴ്സ് ഒരിക്കലും കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നാണ്. അതിനെ കംപ്ലീറ്റ്ലി കെയ്ൻസ് നെഗ്ലക്റ്റ് ചെയ്തു. ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കെയ്ൻസ് തിയറി ഓഫ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഗിവ്സ് ദ വെൽത്ത് ഹോൾഡർ എ ചോയ്സ് ബിറ്റ്വീൻ റിസ്കി ബോണ്ട്സ് ആൻഡ് റിസ്ക്ലെസ് മണി. ദ തിയറി ഫെയിൽഡ് ടു കൺസിഡർ ദ റിസ്ക്ലെസ് ഇൻകം ഈൽഡിംഗ് അസറ്റ്സ്. കെയ്ൻസ് തിയറിയിലെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയിൽ പറയുന്നത് വെൽത്ത് ഹോൾഡേഴ്സിന് ചോയ്സ് ഉണ്ട്. റിസ്കി ബോണ്ടാണോ റിസ്ക്ലെസ് മണിയാണോ എന്നുള്ളതിൻ്റെ ചോയ്സ് വെൽത്ത് ഹോൾഡേഴ്സിനുണ്ട്. പക്ഷേ കെയ്ൻസ് തിയറി എന്ത് ചെയ്തിട്ടില്ല, റിസ്ക്ലെസ് ഇൻകം ഈൽഡിംഗ് അസറ്റ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് കൺസിഡർ ചെയ്തിട്ടില്ല. ദ തിയറി ഫെയിൽഡ് ടു കൺസിഡർ റിസ്ക്ലെസ് ഇൻകം ഈൽഡിംഗ് അസറ്റ്സ്. റിസ്ക്ലെസ് ഇൻകം ഈൽഡിംഗ് അസറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ കെയ്ൻസിൻ്റെ തിയറി പരാജയപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിൽ അത് ആ ഒരു കാര്യം കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. Fifth one, the emergence of a liquidity trap position at a low rate of interest was never supported by empirical evidence. കെയ്ൻസ് പറഞ്ഞത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോ ആകുമ്പോൾ അവിടെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് ഉണ്ടാകുന്നതാണ്. പക്ഷേ എംപിറിക്കൽ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും സപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നാണ് അതിന് ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നത്. ദി എമർജൻസ് ഓഫ് ലിക്വിഡിറ്റി ട്രാപ്പ് പൊസിഷൻ അറ്റ് എ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാസ് നെവർ സപ്പോർട്ടഡ് ബൈ എംപിറിക്കൽ എവിഡൻസ്. Then sixth one, Keynes denied completely the influence of real factors
represented by saving investment in the determination of rate of interest. Keynes denied completely the influence of real factors. റിയൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കെയ്ൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് റെപ്രസെൻറ്റഡ് ബൈ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഡിറ്റർമിനേഷനിൽ കെയ്ൻസ് ഡിനൈഡ് കംപ്ലീറ്റ്ലി ദ ഇൻഫ്ലുവൻസ് ഓഫ് റിയൽ ഫാക്ടേഴ്സ്, ദറ്റ് ഈസ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. The real factors and monetary factors influence the determination of the interest rate. കെയ്ൻസ് പറഞ്ഞത് റിയൽ ഫാക്ടേഴ്സ് മാത്രമാണ്, അതായത് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ റിയൽ ഫാക്ടേഴ്സും മോണിറ്ററി ഫാക്ടേഴ്സും ചേർന്നാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ കാര്യം കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ്, കെയ്നീഷ്യൻ എംപ്ലോയ്മെൻറ്റ് തിയറി ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ലോങ് റൺ. കെയ്ൻസിൻ്റെ എംപ്ലോയ്മെൻറ്റ് തിയറി ലോങ് റണ്ണിൽ അപ്ലിക്കബിൾ ആകില്ല. ഹിസ് അനാലിസിസ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ അനാലിസിസ് ആണ്. കെയ്ൻസ് പറയുന്നത് ഇൻ ദ ലോങ് റൺ വി ഓർ ആൾ ഡെഡ്. ലോങ് റണ്ണിൽ നമ്മളെല്ലാവരും മരിച്ചു പോകും. അതുകൊണ്ട് ലോങ് റൺ അനാലിസിസ് കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള എന്താണ്? ഷോർട്ട് റൺ അനാലിസിസ് ആണ്. കെയ്ൻസ് തിയറി ഫെയിൽ ടു അനലൈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫോറിൻ ട്രേഡ്, അതായത് ബിക്കോസ് ഹി അസ്യൂംഡ് എ ക്ലോസ്ഡ് എക്കോണമി. കെയ്ൻസിൻ്റെ അനാലിസിസിൽ ഇൻഫ്ലുവൻസ് ഓഫ് ഫോറിൻ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കാരണം കെയ്ൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അസ്യൂം ചെയ്തിട്ടുള്ളത് ക്ലോസ്ഡ് ഇക്കോണമി ഫ്രെയിം വർക്കാണ്. അതുകൊണ്ട് കെയ്ൻസ് ഫോറിൻ ട്രേഡ് എന്ത് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ദസ് ഹിസ് തിയറി ഈസ് അൺറിയലിസ്റ്റിക് ആൻഡ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ദ മോഡേൺ ഓപ്പൺ എക്കോണമി. മോഡേൺ ഓപ്പൺ എക്കോണമിയിൽ അത് യൂസ്ഫുൾ അല്ല. കെയ്ൻസിൻ്റെ തിയറി എന്ന് പറയുന്നത് മോഡേൺ ഓപ്പൺ എക്കോണമിയിൽ യൂസ്ഫുൾ അല്ല, അത് അൺറിയലിസ്റ്റിക് ആണ്. കെയ്ൻസ് അസ്യൂം ചെയ്തിട്ടുള്ളത് ക്ലോസ്ഡ് ഇക്കോണമിയാണ്. ഫോറിൻ ട്രേഡിനെ കുറിച്ചിട്ട് കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്രിറ്റിസിസംസ് ഓഫ് കെയ്ൻസ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റിൽ